വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാവും? റവ, ഗോതമ്പ്, ഇതാണ് മെയിൻ ഐറ്റം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ബേക്കറി ഐറ്റം വീട്ടിൽ നമുക്ക് ചായയോടൊപ്പം കറുമുറുവായിട്ട് തന്നെയാണ് കഴിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്തായാലും യൂസ്ഫുൾ ആവും. ആദ്യം നമുക്കൊരു ഡോ ഉണ്ടാക്കി എടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം ഞാനിവിടെ മൈദപ്പൊടി ആഡ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയാണ് നല്ലത്. പിന്നെ ഈ ഒരു കപ്പിന്റെ അളവിനനുസരിച്ച് 3/4 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു ചെറിയ കപ്പിന്റെ പകുതി പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് ഉരുക്കിയെടുത്ത് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുഴച്ച് സോഫ്റ്റ് ആയി കിട്ടാനാണ്. പിന്നെ നമ്മുടെ പഞ്ചസാരയാണ്, അത് നിങ്ങളെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 3 ഏലക്ക ചതച്ചെടുത്തത് അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, അതിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. എനിക്കിവിടെ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒഴിച്ച വെള്ളം കുറച്ച് ഏറി പോയിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ കുഴച്ചെടുത്തതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി ഒരു ചെറിയ കട്ടിയിൽ പരത്തിയെടുക്കാണ്ട് അത് നന്നായി പരത്തിയെടുത്തിട്ട് ത്രികോണമായിട്ട് കട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഓരോ ഡിസൈനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ത്രികോണമായിട്ട് കട്ട് ചെയ്ത് അത് റോൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പാസ്തയാണെന്ന് തോന്നും. അതിൻ്റെ ഏകദേശം ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട്. പാസ്ത എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അതെല്ലതും നന്നായിട്ട് റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചട്ടി വെച്ച് ഓയിൽ ചൂടാക്കി എടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം അതിൽ ഓരോന്നിട്ട് മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അത് ചെറു തീയിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരാണ്ട് ഒരു റെഡ് കളറായി നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഐറ്റം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ ടേസ്റ്റിൽ ബേക്കറിയിൽ ഒരു ഐറ്റം കിട്ടാറുണ്ട്. കണ്ടില്ലേ, അതിന് മടക്ക് ടെക്സ്ചറൊക്കെ വന്നിട്ടില്ലേ, നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. വൈകുന്നേരം ചായക്കൊപ്പം കറുമുറുന്ന് അങ്ങോട്ട് കടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുട്ബോൾ കോർണർ.